വിശാല മനസ്സിന്റെ സൗന്ദര്യം. ഗുരുകുലത്തിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് സ്വല്പം വിശ്രമിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഗുരു. മെല്ലെ വീശുന്ന ഇളം കാറ്റൊക്കെ ആസ്വദിച്ച് അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരിൽ ഒരാൾ വളരെ വിഷമിച്ച് ഒരു മരച്ചുവട്ടിലിരിക്കുന്നത് അദ്ദേഹം കാണാനിടയായി. ഗുരു നടന്ന ശിഷ്യന്റെ അരികിലെത്തിയ ശേഷം ചോദിച്ചു, "എന്താണ് നീ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത്? എന്തുപറ്റി?" ഗുരുവിന്റെ ചോദ്യം കേട്ട ശിഷ്യൻ മെല്ലെ മരച്ചുവട്ടിൽ നിന്നും എഴുന്നേറ്റ് അദ്ദേഹത്തിനോട് പറഞ്ഞു, "ഗുരു, അങ്ങ് ശ്രദ്ധിച്ചത് ശരിയാണ്. ഞാൻ വിഷമത്തിലാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല. എന്റെ കൂടെയുള്ളവർ എന്റെ നിറത്തെ ചൊല്ലി ഇടയ്ക്കിടെ എന്നെ കളിയാക്കുന്നു. ആദ്യമൊക്കെ ഞാൻ ഇത് കാര്യമാക്കാതെ വിട്ടുകളയാൻ ശ്രമിച്ചു. എങ്കിലും പോകെ പോകെ അതെന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. എനിക്കിപ്പോൾ പഠനത്തിലോ കളികളിലോ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു." ശിഷ്യൻ പറഞ്ഞു നിർത്തി. അവൻ പറഞ്ഞതെല്ലാം കേട്ട് കുറച്ചു സമയത്തെ ചിന്തയ്ക്ക് ശേഷം ഗുരു ഒരു കപ്പിൽ വെള്ളവും മറ്റൊരു കപ്പിൽ ഉപ്പും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഒട്ടും താമസിക്കാതെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ശിഷ്യൻ ഉപ്പും വെള്ളവുമായി എത്തി. സാധനങ്ങളുമായി തിരികെ എത്തി ശിഷ്യനോട് ഗുരു ഇങ്ങനെ പറഞ്ഞു, "ഇനി ഒരു പിടി ഉപ്പെടുത്ത് ആ കപ്പിലെ വെള്ളത്തിൽ കലക്കൂ. കലക്കിയ ശേഷം ആ വെള്ളം ഒന്ന് കുടിക്കൂ." ശിഷ്യൻ ഗുരു പറഞ്ഞതുപോലെ ഉപ്പ് കപ്പിലെ വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുടിക്കുവാൻ ശ്രമിച്ചു. എങ്കിലും ഉപ്പ് കാരണം അവനത് ഒരു തരി പോലും കുടിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ഗുരു തന്റെ ശിഷ്യനെയും കൊണ്ട് അവിടെയുള്ള ഒരു ജലാശയത്തിനരികിലെത്തി. ആ ജലാശയത്തിൽ ഒരു പിടി ഉപ്പ് കലക്കുവാൻ നിർദ്ദേശിച്ചു. ശിഷ്യൻ അപ്രകാരം ചെയ്തു. ഉപ്പ് കലക്കിയ ശേഷം ജലാശയത്തിലെ വെള്ളം കുടിക്കുവാൻ ഗുരു ശിഷ്യനോട് ആവശ്യപ്പെട്ടു. ജലാശയത്തിൽ നിന്നും വെള്ളമെടുത്ത് അവൻ കുടിച്ചു. എന്നിട്ട് ഗുരുവിനെ നോക്കി പറഞ്ഞു, "ഗുരു, ഈ വെള്ളം കുടിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്." ഇത് കേട്ട ഗുരു ശിഷ്യനോടായി പറഞ്ഞു, "നമ്മുടെ മനസ്സും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും ചുറ്റുപാടുകൾ നമ്മളെ എത്രത്തോളം ബാധിക്കുന്നു എന്നത്. ഈ ചെറിയ കപ്പിൽ ഉപ്പ് കലക്കിയപ്പോൾ നിനക്കത് കുടിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ അതേ അളവിൽ ജലാശയത്തിലിട്ട ഉപ്പിന് യാതൊരു മാറ്റവും വരുത്താനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ കപ്പിന്റെ അളവ് പോലെ ചെറിയ മനസ്സാണെങ്കിൽ വളരെ ചെറിയ കാര്യത്തിനു വരെ നിന്നെ വേദനിപ്പിക്കാനും സ്വാധീനിക്കാനുമാവും. എന്നാൽ ഈ ജലാശയം പോലെ വിശാലമായ ഒരു മനസ്സുണ്ടെങ്കിൽ ചുറ്റുപാടിൽ സംഭവിക്കുന്നതൊന്നും തന്നെ നിന്നെ ബാധിക്കുകയില്ല." ഇത്രയും പറഞ്ഞ് ഗുരു അവിടെ നിന്നും നടന്നു നീങ്ങി.